സർ റൂം റെൻറ്റിന് എന്താണ് ഇത്ര പ്രത്യേകത? ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഹയസ്റ്റ് പോയിൻ്റാണ് റൂം റെൻറ്റ് ലിമിറ്റേഷൻ അഥവാ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ ഉള്ള പോളിസികൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു 50 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റൂമിന് ആ കമ്പനി പറഞ്ഞേക്കുന്നത് ഒരു റൂം എടുക്കണമെങ്കിൽ 5000 രൂപയുടെ റൂം വരെ നിങ്ങൾക്ക് എടുക്കാം എന്ന് പറയുന്നു. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നു, എനിക്ക് 50 ലക്ഷം രൂപയുടെ കവറേജും ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആ 5000 രൂപയുടെ മുറി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ 5000 രൂപയുടെ മുറി, അല്ലെങ്കിൽ ഈ പറയുന്ന 5000 രൂപയ്ക്കുള്ള മുറി അന്ന് അവൈലബിൾ അല്ല. ഇപ്പോൾ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന റൂമുകൾ അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു മുറി നമുക്ക് 5000 രൂപ റൂം അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് ആ റൂം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു റൂം വേണം, ഒരു ഡീലക്സ് റൂം വേണം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റൂം വേണം, കാര്യം എനിക്ക് ഇത്രയും രൂപയുടെ കവറേജ് ഉണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഹോസ്പിറ്റലുകാർ പറയണം ഓക്കെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ പോയിട്ട് ഒരു 10000 രൂപ റൂം എടുത്തോളൂ. അപ്പോൾ നമ്മൾ റെഡിയാണ് 10000 രൂപ റൂം എടുക്കാൻ. അപ്പോൾ 5000 രൂപ കമ്പനിയും കൊടുക്കും, 5000 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആ റൂം എടുക്കുന്നത്, കാരണം എനിക്ക് കവറേജ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ പറയുന്ന കവറേജ് ഉണ്ടെന്നുള്ള ധാരണയിൽ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്നു. ഒരു 10 ദിവസം നമ്മൾ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കുക. 10 ദിവസം കൊണ്ട് എല്ലാ ഒരു ബില്ല് വന്നേക്കുന്ന ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ ബില്ലായെന്ന് വിചാരിക്കുക. ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പോൾ 5 ലക്ഷം രൂപയുടെ ബില്ലായെന്ന് വിചാരിക്കുക. റൂം റെൻറ്റ് എത്ര രൂപ കിട്ടണം? റൂം റെൻറ്റ് ഓട്ടോമാറ്റിക്കലി 10000 × 10 1 ലക്ഷം രൂപയുടെ റൂം റെൻറ്റ് കിട്ടണം. അതായത് 50000 രൂപ കമ്പനി തരും, കാര്യം അവർ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ 5000 രൂപ വെച്ച് തരാമെന്നുള്ളത്. നമ്മൾ 5000 രൂപ വെച്ച് കൊടുക്കാനും റെഡിയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആകുന്ന ചിലവെന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ട്രീറ്റ്മെൻ്റ് അല്ല, റൂം റെൻറ്റിന് വരുന്നത് 1 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഓക്കെ ഞങ്ങൾ 50000 എന്നൊക്കെ ബാക്കി 4 ലക്ഷം രൂപ ബില്ല് കമ്പനി സെറ്റിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ കമ്പനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കമ്പനി പറയുന്നത് സോറി സർ, നിങ്ങൾക്ക് ആ കൂടെ എലിജിബിലിറ്റി ഉള്ളത് 2.5 ലക്ഷം രൂപ മാത്രമേ തരത്തുള്ളൂ. കാരണം ഞങ്ങൾ പറഞ്ഞ എമൗണ്ടിൻ്റെ 100% കൂടുതലാണ് നിങ്ങൾ അവൈൽ ചെയ്തേക്കുന്നത്, നിങ്ങൾ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാ ബില്ലുകളും ശ്രദ്ധിച്ചേക്കണം, എല്ലാ ബില്ലുകളും നിങ്ങൾക്ക് നേരെ ഇരട്ടിയാവും. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ ചാർജ് 2 ലക്ഷം രൂപയായിരുന്നെങ്കിൽ അത് 4 ലക്ഷമാവും, ഡോക്ടേഴ്സ് ഫീസ് 2000 ആണെങ്കിൽ 4000 ആവും, നഴ്സിംഗ് ഫീസ് 1000 ആണെങ്കിൽ 2000. എന്ത് ബില്ലുണ്ടോ അതെല്ലാം ഇരട്ടിക്കും. അപ്പോൾ ബിക്കോസ് അത് പ്രൊപ്പോർഷനേറ്റ്, റൂം റെൻറ്റിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആണ് എല്ലാ ബില്ലുകളും. പിന്നെ ഒരു ബില്ല് മാത്രമാണ് ഇരട്ടിക്കാത്തത്, അത് മെഡിസിൻ ബില്ലാണ്. മെഡിസിൻ ബില്ല് മാത്രം ഇരട്ടിക്കത്തില്ല, മെഡിസിൻ ബില്ല് ആക്ച്വൽ ബിൽസ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ബില്ലായ കസ്റ്റമർ അഥവാ ഞാനാണെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞ് പോകുന്നു, അതിനകത്ത് 50000 രൂപ ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ കമ്പനി പറയുകയാണ് നിങ്ങൾക്ക് അത്രയും തരത്തില്ല, നിങ്ങൾ 2.5 ലക്ഷം രൂപയുടെ ക്ലെയിമേ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ശരി, എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ 2.5 എങ്കിൽ 2.5 തരാൻ പറയുമ്പോഴാണ് അടുത്തൊരു ഓപ്ഷൻ വരുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു സംഭവം അവർ പറയുന്നത് നിങ്ങളുടെ പോളിസികൾ കൺസ്യൂമബിൾസ് കവേർഡ് അല്ല. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. പക്ഷേ എന്നിരുന്നാലും കൺസ്യൂമേഴ്സ് എന്ന് കത്തിച്ച് കളയുന്ന ഐറ്റംസ് കവേർഡ് അല്ല. അതിനൊരു 20% കട്ട് ചെയ്യും. 20% എവിടെ നിന്ന് കട്ട് ചെയ്യും? 2.5 ലക്ഷം രൂപയിൽ നിന്നല്ല, മൊത്തത്തിൽ നമുക്ക് വന്ന 5 ലക്ഷം രൂപയിൽ നിന്ന് 20% കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും 1 ലക്ഷം രൂപ കുറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പറയും നിങ്ങളുടെ പോളിസിയിൽ കൺസ്യൂമബിൾസ് ഇല്ല. കൺസ്യൂമബിൾസ് എന്ന് പറയുമ്പോൾ അതും അതിനകത്ത് കട്ട് ചെയ്യുന്നു. അതും കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 20% വീണ്ടും കട്ട് ചെയ്യുന്നു. അതും 5 ലക്ഷം രൂപയ്ക്കകത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? ഈ 2 എന്നുള്ള 1.5 1.5 വീണ്ടും 1 ലക്ഷം രൂപ കുറഞ്ഞു. ആക്ച്വലി പറഞ്ഞാൽ റൂം റെൻറ്റ് നമ്മൾ കൂടുതൽ എടുത്തുകൊണ്ട് നമുക്ക് ആ ബില്ലിൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 50000 രൂപ മാത്രമേ കിട്ടുള്ളൂ. അതിനുശേഷം ഈ ഏജൻറ്റിനെയോ കമ്പനികളെയോ ഈ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യം. നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത പോളിസി എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക.